തിരുപ്പതി പറഞ്ഞ സ്ഥലത്താണുള്ളത്. ആണി ഓടിക്കണ നോക്കണേ, കടം കട പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്. അപ്പം എന്താ സംഭവം എന്നുള്ളത് നോക്കിയപ്പോളേ ആണി ഇങ്ങനെ ഓടിക്കിടക്കുന്നുണ്ട്. കടയിലേക്കാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു കടയാണ്, റോട്ടുമല തന്നെയാണ് വണ്ടികളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുള്ളത്. ഒരു ക്ഷേത്രം വരുന്നുണ്ട്, അടിപൊളി ക്ഷേത്രം. റോഡിൻ്റെ നടുക്കലായിട്ടുണ്ട് പിന്നെ വണ്ടികളൊക്കെ എങ്ങനെയാണ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പുറത്ത് നമുക്ക് കാണാം വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പഠിച്ചാണ് ഇട്ടോണ്ടിരുന്നേക്കണേ. ഈ ആണിയാണ് ടൈം കയറിയത്. ട്യൂബ്ലെസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒച്ചപ്പാട് ഇങ്ങനെ ഉണ്ടായിന് നോക്കാണി. എന്താ ഒച്ചപ്പാടിന് എഴുതിയിട്ട് നോക്കിയതാണ്, അപ്പോഴാണ് ഈ സാധനം. അങ്ങനെ ഏതായാലും എയർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെ മാലിക്കിനോടങ്ങി നിർത്തി. ചുറ്റുപാട് നോക്കുമ്പോൾ ഇതുപോലത്തെ വീടുകൾ, ഫ്ലാറ്റുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയും നമുക്കൊരു ക്ഷേത്രം കാണാം. ഇവിടെ ഇങ്ങനെ ഒരു സമൂസപ്പീടെ കാണാൻ സാധിക്കുന്നുണ്ട്. പൊതുവേ ഒരു തിരക്ക് പിടിച്ച പോലത്തെ ഒരു സമീപനമാണ് ഇവിടെ ഉള്ളത്. ആളുകളൊക്കെ തന്നെ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളാണ്. ആ ഒരു ഏരിയയിൽ ബിരിയാണി കടകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കുറച്ച് ദിവസമായി ബിരിയാണി കഴിച്ചിട്ട്, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഒരുപാട് ബിരിയാണി കടകൾ, ബോർഡ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബേക്കറികളിലൊക്കെ തന്നെ മധുരപലഹാരങ്ങളാണ് കൂടുതലായും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡിവൈഡറുകളൊക്കെ തന്നെ വളരെയധികം മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കട്ടിലുണ്ടാക്കുന്ന ഒരാളെ കാണാം. റോട്ടിലൊക്കെ തന്നെ പൊതുവെ വാഹനങ്ങൾ നിർത്തിയിട്ടത് കൊണ്ട് തന്നെ ഫുള്ള് ബ്ലോക്കായിട്ടുള്ള ഒരു സമീപനവും കാണാം. നമുക്കൊന്നും വണ്ടി നിർത്താനൊരു ഗ്യാപ്പില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ കാണാൻ സാധിക്കുന്നത്. പഴയ ഫർണിച്ചറുകൾ വിൽക്കുന്ന ഒരു ഷോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ബിരിയാണിയുടെ സ്മെല്ലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഏരിയയിൽ മൊത്തമായിട്ടും ബിരിയാണി കടകളാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറച്ച് റേറ്റ് കൂട്ടി വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്നും കഴിക്കാം. ചെറിയൊരു കട, ഒരുപാട് ചിത്രപ്പണികളൊക്കെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. തിരുപ്പതി എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കായി ഇതുപോലൊരു പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇതുപോലൊരു ഇല കാണാൻ സാധിക്കും. കട്ടിങ് ചെയ്ത ഇലയാണ്. ഇതൊരു കറി പോലത്തെ ഒരു സാധനമാണ്. പിന്നീട് തൈരിൽ ഉള്ളി മുക്കിയിട്ടുള്ളൊരു സംഭവം കാണാം. തൈരാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്കുള്ള ബിരിയാണി അവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലത്തെ ചെമ്പിലാണ് ഇവിടെ ബിരിയാണി വെക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കുള്ള ബിരിയാണിയാണ് ഈ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ബസുമതി റൈസിലാണ് ബിരിയാണിയുടെ നിർമ്മാണം. ഈ കാണുന്ന ചിക്കൻ ചില്ലിക്ക് ഇവിടെ പൊക്കോട എന്ന് പറയാം. 50 റുപ്യക്കാണ് ഇക്കടെ സാധനം കിട്ടുന്നത് കേട്ടോ. നമ്മളവിടെ 100 റുപ്യേന് വില കൊടുക്കണം. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു ബാർബർ ഷോപ്പ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മുടി വെട്ടാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പോയി നോക്കാം. കുഴപ്പമില്ല കേട്ടോ, നമ്മളെ നാട്ടിലൊക്കെ പോലത്തെ ഒരു ബാർബർ ഷോപ്പ്. അങ്ങനെ നമ്മൾ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ. കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞമാരൊക്കെ വെട്ടി തന്നിട്ടുണ്ട്. ഇവിടെ ഒരു സംഭവം കോട്ടക്കലിൽ കണ്ടപ്പോൾ നോക്കിയതാണ്. അരുവിശാലിൻ്റെ ഷോപ്പാണെന്ന് തോന്നുന്നുണ്ട്. കോട്ടക്കൽ അരുവിശാല. നമ്മളിപ്പോൾ ഉള്ളത് തിരുപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറച്ച് ഉള്ളേരേക്കായിട്ട് ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വീടുകളൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം വലിപ്പമുള്ള വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഇടയിലാണ് ഇപ്പോൾ ഈ സംഭവം കണ്ടത്. എന്താല്ലേ, എവിടെ പോയാലും നമ്മളെ ബ്രാൻഡ് നിലനിൽക്കുന്നുണ്ട്. തിരുവണ്ണാമല ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന എൻട്രൻസിലായിട്ടുള്ള വലിയൊരു കവാടമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് കാണുന്നത് പോലെയല്ല, ഒരു കൊട്ടാരത്തെ പോലെയാണ് കവാടത്തിൻ്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ. ഉള്ളിലേക്കായിട്ട് അത്യാവശ്യം നീളത്തിൽ തന്നെ അതിൻ്റെ നിർമ്മിതി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു രൂപകൽപ്പന ചെയ്ത ഒരു സംഭവമൊക്കെ തന്നെ മുന്നിലുണ്ട്. വളരെ രസകരമാണ്. നൈറ്റിലൊക്കെ ഇവിടെ വളരെയധികം സജീവമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. തിരുപ്പതിയെ എടുത്ത് കാണിക്കുന്നത് ഈ പാലങ്ങൾ തന്നെയാണ് കേട്ടോ. 2 ദിവസം മുന്നിട്ട് വീഡിയോസിലൊക്കെ ഈ പാലങ്ങൾ വന്നിട്ടുണ്ട്. ഈ മേലെക്കൂടി പോണ മെട്രോ അല്ല, റോഡാണ്. എന്തുമാത്രം സൗകര്യങ്ങളാണ് ഇവിടെയൊക്കെ ഇവർ കൊടുത്തിട്ടുള്ളതെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കണം കേട്ടോ.
വളരെ രസകരമായിട്ടാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം എന്നുള്ളതും വേറെ തന്നെ ഒരു പ്രത്യേകതയാണ്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെ വിചാരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെട്രോ ആണെന്നാണ് ഞാൻ വിചാരിക്കുക. ഞാൻ ആദ്യം കണ്ടപ്പോൾ അതാ വിചാരിച്ചത്. പിന്നീട് റോട്ടുമൊക്കെ ഇതിവിടെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഇത് റോഡാണെന്നുള്ളത്. എന്താ പറയുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് എന്ത് ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. എന്തുമാത്രം അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. വലിയ വലിയ പടുകൂറ്റൻ ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ടത് ഈ പാലം തന്നെയാണ്. ഈ പാലത്തിൻ്റെ മനോഹാരിത തന്നെയാണ് ഈ ഒരു ടൗണിൻ്റെ പ്രത്യേകത. ചെറുകിട കച്ചവടങ്ങളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. ഇവിടെയും നമുക്ക് പാലം കാണാം. വീതി കുറഞ്ഞ നല്ല ഹൈറ്റിലായിട്ടാണ് പാലം കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് പാലം വന്ന് അവസാനിക്കുന്ന ഏരിയ. പാലം ചെറുതായി ഹൈറ്റ് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് സ്ലോപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് കുറച്ച് ചെറുകിട കച്ചവടങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നതിന് മുനിസിപ്പാലിറ്റിക്ക് 100 രൂപ 50 രൂപ എന്നീ അളവുകളിലൊക്കെ തന്നെ ഡെയിലി പേയ്മെൻറ്റ് കൊടുക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അത് ഒരു ടീം ടെൻഡർ വിളിച്ചെടുക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുകിട സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇവിടെ അവസരങ്ങളുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ബിസിനസ് നോക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റിയ ഒരു ടൗണായിട്ടാണ് പതിയെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡിമാർട്ട് പോലത്തെ വലിയ സ്ഥാപനങ്ങളും നമുക്കിവിടെ കാണാം. വൈൻ ഷോപ്പുകളും ഒരുപാട് ബാറുകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ബാറുകളും വൈൻ ഷോപ്പുകളും ഇങ്ങനെ വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. നമ്മുടെ അവിടെയൊക്കെ ബീവറേജുകൾ ബാറുകൾ മാത്രമാണല്ലോ ഉള്ളത്. ഇവിടെ പെട്ടിക്കടകളെ പോലെയാണ് ബാറുകളും ബീവറേജുകളും പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഈ മനോഹരമായൊരു കവാടവും അതിനുൾഭാഗത്തായിട്ട് വലിയൊരു ബിൽഡിങ്ങും നമുക്ക് കാണാം. സെൻറ്റർ ഭാഗത്തായിട്ട് ഡിവൈഡർ കാര്യങ്ങൾ പിന്നീട് ലൈറ്റ് കാര്യങ്ങളെല്ലാം തന്നെ മനോഹരമായിട്ട് തന്നെയാണ് കൊടുത്തു വെച്ചത് കാണാൻ സാധിക്കുന്നത്. തിരുപ്പതിയുടെ ഏതോ ഒരു ഭാഗത്തുള്ള റോട്ടിന് പോന്നിട്ട് ടൗണുമായി ടച്ചിങ് ഒഴിവായിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടത്തുകാർ ഇങ്ങനെ സിമ്പിളായി ജീവിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ബൈക്കിൽ 5 ഗ്യാസും കുറ്റിയാണ് കൊണ്ടുപോകുന്നത് സപ്ലൈക്കായിട്ട്. ടൗണിൽ നിന്നും ഒരുപാട് മാറി, ഏകദേശം 10 കിലോമീറ്ററോളം മാറി. പിന്നീട് നമുക്ക് ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു സാഹചര്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മരങ്ങളും പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളുമായിട്ടുള്ളൊരു ഏരിയ. പല കോളേജുകളും PGകളൊക്കെ തന്നെ ഈ റോട്ടിൽ നമുക്ക് കാണാനിടയുണ്ടായിട്ടുണ്ട്. പുതിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ തന്നെ ഇവിടെ വരുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തോ വലിയൊരു കോട്ടയെ പോലെയുള്ളൊരു ബിൽഡിംഗ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങകലെയായി നമുക്ക് വേറെയും ഒരു കവാടം കാണാം. ഈ ഒരു റോഡിൻ്റെ കവാടമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തിരുപ്പതി ടൗണിൻ്റെ ഒരു ആരംഭഘട്ടമാണ് ഇവിടെ നിന്നും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊള്ളാം, വലിയൊരു കവാടം ഇവിടെ ഉണ്ട്. ആ ഒരു കവാടം കഴിഞ്ഞതോടുകൂടി റോഡൊക്കെ ചെറുതാകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പടുക്കൂറ്റനൊരു ബിൽഡിങ്ങൊക്കെ നമുക്ക് കാണാം. ഒഴിഞ്ഞു കിടക്കുന്ന തരിശ് ഭൂമികളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. നമ്മളങ്ങനെ ഇനി തിരുപ്പതി ടൗണിൽ തന്നെയാണ് പോണത്. തിരുപ്പതി ടൗണിൻ്റെ ഒരു റോട്ടിൽ ഇങ്ങനെ വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ റോഡ് അസ്തമിച്ചില്ല. ഇനി ഇത് എങ്ങോട്ടെങ്കിലും ഉള്ളിലേക്കോ അല്ലെങ്കിൽ അടുത്ത ടൗണിലേക്കൊക്കെ പോകുന്ന റോഡാവും. ടൗണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏകദേശം ഒരു എറണാകുളം പോലത്തെ അത്രയൊന്നും വലിപ്പമില്ലെങ്കിലും ആ ഒരു സിറ്റുവേഷനിലൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു ടൗണായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ടൗണ്, കാലിക്കറ്റിലേറൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ക്ഷേത്ര നഗരിയാണ്. എവിടെ നോക്കിയാലും ക്ഷേത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.